ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിൻ്റെ മലയാളത്തിൻ്റെ 2022-23 വർഷത്തെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് മലയാളമാണ് എക്സാം അല്ലേ, ലാസ്റ്റ് എക്സാം ആണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പ്രവർത്തനം 1, ഉത്തരം എഴുതാം. കൂക്കു. ഊമൻ്റെ നീട്ടിയുള്ള മൂളൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടി ഉണർന്നത്. അമ്മക്കിളി നല്ല ഉറക്കത്തിലാണ്. അവൾ കൂടിൻ്റെ വാതിൽക്കൽ വന്നിരുന്ന് പുറത്തേക്ക് നോക്കി. ഹായ്, നല്ല നിലാവ്. പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ. തൊട്ടടുത്ത് പാടത്തിനരികിലൂടെ ഒഴുകുന്ന പുഴ. വെള്ളം പളുങ്കുമണികൾ പോലെ. തെങ്ങോലകൾ കാറ്റത്തിൽ ഇളകിയാടുന്നു. ഏതു നേരത്താണ് ഇതൊക്കെ കാണാൻ കൂടുതൽ ഭംഗി? കുഞ്ഞുകുരുവി ചിന്തിച്ചു. ഇതൊക്കെ കാണാൻ ഏറെ ചന്തം നിലാവുള്ള രാത്രിയിൽ തന്നെ. ഓക്കെ, ഇപ്പം ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കഥ വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കുഞ്ഞുകുരുവി ഞെട്ടി ഉണർന്നതിൻ്റെ കാരണം എന്താണ്? കൂമൻ്റെ നീട്ടിയുള്ള കൂവൽ കേട്ടാണ്. കൂമൻ്റെ നീട്ടിയുള്ള കൂവൽ കേട്ട്. നിലാവ് കണ്ടിട്ട് കുഞ്ഞുകുരുവിക്ക് എന്താണ് തോന്നിയത്? പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ. എന്താണ്? പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ. ഇനി തൻ്റെ പരിസരം കാണാൻ എന്തു ഭംഗിയാണ്. സമയം ഏതാണെന്ന് കുഞ്ഞുകുരുവി ചിന്തിച്ചത്. തൻ്റെ പരിസരം കാണാൻ ഏത് സമയത്താണ് നല്ല ഭംഗിയുണ്ടെന്നാണ് കുഞ്ഞുകുരുവി ചിന്തിച്ചത്? നിലാവുള്ള രാത്രിയിലാണ്. നിലാവുള്ള രാത്രി. ഭംഗി എന്ന് അർത്ഥം വരുന്ന മറ്റൊരു പദം കൂടി കഥയിലുണ്ട്. ആ പദം ഏതാണ്? ഭംഗി ഏതാണ്? ചന്തം. ഭംഗി എന്ന അർത്ഥം വരുന്നത് ചന്തം എന്ന പദത്തിനാണ്. കഥക്ക് ഒരു തലക്കെട്ട് നൽകൂ. എന്ത് കൊടുക്കാം? നിലാവ്. നല്ല ഭംഗിയുള്ള നിലാവ് എന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു തലക്കെട്ട് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇനി പ്രവർത്തനം 2, സംഭാഷണം എഴുതാം. എലിയും വലയിലകപ്പെട്ട് സിംഹവും തമ്മിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും? സംഭാഷണം പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എലി: രാജാവേ, എന്തു പറ്റി? അപ്പം എന്താ സിംഹം പറയാ? ഞാൻ ഈ വലയിൽ അകപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഞാൻ ഈ വലയിൽ കുടുങ്ങിപ്പോയി. എലി: അതെങ്ങനെ? സിംഹം: ഒരു വേടൻ എന്നെ കുടുക്കിയതാണ്. ആരാണ് കുടുക്കിയത്? ഒരു വേടൻ എന്നെ കുടുക്കിയതാണ്. എലി: രാജാവേ, രാജാവിനെ ഞാൻ രക്ഷിക്കാം. അപ്പം രാജാവ് ചോദിക്കും, സിംഹം ചോദിക്കും, അതെങ്ങനെ? അപ്പോൾ എലി പറയും, എൻ്റെ പല്ല് കൊണ്ട് ഞാൻ ഈ വല കീറി മുറിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് സിംഹവും എലിയും തമ്മിൽ ഒരു സംഭാഷണം നടന്നിട്ടുണ്ടാവുക. ഇനി അടുത്തത് പ്രവർത്തനം 3 കളി വിവരണം. നിങ്ങൾക്ക് പരിചിതമായ ചില കളികളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കളികളുടെ പേരുകൾ ചിത്രത്തിന് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് ഏതാണ്? റാണിയും രാജാവും. റാണിയും രാജാവും. രണ്ടാമത്തേത് കൊച്ചൻ കുത്തി. ഓക്കെ, കൊച്ചൻ കുത്തി. മൂന്നാമത്തേത് ഫുട്ബോൾ ആണ്. 4 പാമ്പും കോണിയും. പാമ്പും കോണിയും. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കളിയൊക്കെ അറിയാവുന്നതാവും അല്ലേ? ഇനി നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കളിയെ കുറിച്ചിട്ട് ഒരു 3-4 സെൻറ്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. പ്രവർത്തനം 4, വരികൾ കൂട്ടിച്ചേർക്കാം. കുഞ്ഞുകുരുവിക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ കൊതിയായി. അവൾ കൂട് വിട്ട് പുറത്തേക്ക് പോയി. ഹായ്, എത്ര മനോഹരം. കതിരണിഞ്ഞ പാടങ്ങൾ, നിറഞ്ഞൊഴുകുന്ന തോടുകൾ, പുഴയിലെ കുഞ്ഞോളങ്ങൾ, പച്ച പുതച്ച കുന്നുകൾ, പൂവുകൾ, പൂമ്പാറ്റകൾ. കുഞ്ഞിക്കുരുവി കണ്ട കാഴ്ചകളെ കവിതയാക്കാം. കവിതയ്ക്ക് തലക്കെട്ടും നൽകണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കവിത തന്നിട്ടുണ്ട്. കുഞ്ഞുക്കിരുവി പറക്കുന്നേ, കൂടും വിട്ട് പറക്കുന്നേ, കുഞ്ഞിക്കണ്ണിൽ നിറയെ നിറയെ കാഴ്ചകൾ പലതും തെളിയുന്നേ. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് ഹെഡിങ് ആണ് നമ്മൾ കൊടുക്കുക? തലക്കെട്ട്. കുഞ്ഞിക്കുരുവി പറന്നേ എന്ന് കൊടുക്കാം അല്ലേ? കുഞ്ഞിക്കുരുവി പറന്നേ. ഇനി നമ്മൾ എന്തെഴുതും? കുഞ്ഞിക്കുരുവി പറക്കുന്ന, കാടും വീടും പറക്കുന്നു, കാടും വിട്ടു പറക്കുന്നു, കുഞ്ഞിക്കണ്ണിൽ നിറയെ നിറയെ പാറിപ്പറക്കും പൂമ്പാറ്റകൾ. പിന്നെയോ, കുഞ്ഞിക്കുരുവി പറക്കുന്നു, കാടും വിട്ടു പറക്കുന്നു, കുഞ്ഞിൻ കണ്ണിൽ നിറയെ നിറയെ പച്ചപ്പുതച്ച കുന്നുകൾ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും 1-2 കാഴ്ചകളെ കുറിച്ചിട്ട് അവിടെ എഴുതാം. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തത് പ്രവർത്തനം 5, ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം എന്നതാണ്. ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാഠഭാഗം നിങ്ങൾ പഠിച്ചതാണല്ലോ. താഴെ തന്നിരിക്കുന്ന സൂചനകളും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി ഗാന്ധിജിയുടെ ജീവചരിത്ര കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടുകാരെന്ന് എഴുതിയാൽ മാത്രം മതി. എന്തൊക്കെയാണ്? ജനനം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ്. അപ്പോൾ ഗാന്ധിജി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. പിന്നെയോ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി. അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് പുത്രിബായി ഗാന്ധി എന്നും പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നുമാണ്.
പിന്നെയോ അദ്ദേഹത്തെ നമ്മൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമര രീതി എന്ന് പറയുന്നത് അഹിംസയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതാണ്. പ്രധാന സമരങ്ങൾ ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവുമാണ്. അദ്ദേഹം 1948 ജനുവരി 30 അന്തരിച്ചു അല്ലെങ്കിൽ മരണമടഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ജീവചരിത്ര കുറിപ്പ് എഴുതേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മഹാനായ ഗാന്ധിജി എന്ന് എന്തെങ്കിലും ഒരു ഹെഡിങ്ങും കൂടെ കൊടുക്കാം. ഇനി ലാസ്റ്റ് പ്രവർത്തനം നോക്കൂ. ആശംസാ കാർഡ് തയ്യാറാക്കാം എന്നതാണ്. മാളവും മുത്തുവും ക്രിസ്തുമസിനെയും പുതുവത്സരത്തെയും വരവേൽക്കുന്നതിനുള്ള ഒരുക്കത്തിനാണ്. കൂട്ടുകാർക്ക് നൽകാനായി അവർ ആശംസാ കാർഡ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. നമുക്കും ഒരു ആശംസാ കാർഡ് തയ്യാറാക്കിയാലോ? ചിത്രങ്ങൾ വരച്ച് നിറം നൽകി മനോഹരമാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരുടെ ഐഡിയക്ക് അനുസരിച്ച് ഒരു ആശംസാ കാർഡ് എഴുതാം. എന്നിട്ട് എന്ത് കൊടുക്കാം? പുതുവത്സരത്തിനായി നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ എഴുതുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ എളുപ്പമാണ്. എല്ലാ കൂട്ടുകാരും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.